ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ് മാത്സിൻ്റെ ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? 120 നോട്ട്ബുക്സ് കോസ്റ്റ് ₹22. ഈച്ച് വർ ബോട്ട് ഫോർ ദ സ്കൂൾ സ്റ്റോർ. അതായത് 120 നോട്ട്ബുക്കുകൾ മേടിച്ചു. ഒന്നിനും എത്ര രൂപയാണെന്നാണ് പറയുന്നത്? ഒന്നിന് 22 രൂപയാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? അങ്ങനെയെങ്കിൽ ആ പുസ്തകം മേടിക്കാൻ ആകെ എത്ര തുക ചിലവായി എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ കാണാം ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബുക്സ് ഇൻറ്റു പ്രൈസ് പെർ ബുക്ക് അല്ലേ? എത്ര ബുക്ക് ഉണ്ട് അത് ഇൻറ്റു ഒരു ബുക്കിൻ്റെ പൈസ എത്രയാണ് ബുക്ക് ഉണ്ടായിരുന്നത്? 120 അപ്പോൾ 120 ഇൻറ്റു 22 ഈസ് ഈക്വൽ ടു 2640 രൂപ. എന്താണ്? ബി ആണ്. റീമ ബോട്ട് 30 ഓഫ് ദീസ് നോട്ട്ബുക്സ് ഫോർ ₹24 ഈച്ച് ഫോർ ഹെർ ക്ലാസ്. ഹൗ മച്ച് ഡിഡ് ഷീ പേ? എന്താ പറയുന്നത്? റീമ ഇതുപോലെ 30 നോട്ട്ബുക്ക് മേടിച്ചു അല്ലേ? ഒരു നോട്ട്ബുക്കിന് എത്ര രൂപയായിരുന്നു? 24 രൂപയായിരുന്നു. അങ്ങനെയെങ്കിൽ അവൾ എത്ര പൈസ കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് മണി റീമ പേയുടെ എങ്ങനെ കാണും? ഈക്വൽ ടു 30 എത്ര ബുക്കാണ് മേടിച്ചത്? 30 ബുക്ക്. 30 ഇൻറ്റു ഒരു ബുക്കിൻ്റെ പൈസ 24 രൂപ. അപ്പോൾ എത്ര രൂപയാണ് റീമ കൊടുത്തത്? 720 രൂപയാണ് കൊടുത്തത്. ിൽ വരയ്ക്കാൻ പറയുന്നുണ്ട്. താഴത്തെ 5 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് വരയ്ക്കുക. പിന്നെന്താണ്? 4 സെൻറ്റിമീറ്റർ കോമ്പസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം. സെറ്റ് സ്ക്വയറൊക്കെ വെച്ചിട്ട് വരയ്ക്കുക കേട്ടോ. അടുത്ത ചോദ്യം ആക്ടിവിറ്റി 3 ആണ്. 24 ഇൻറ്റു 15 360 തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ ഉത്തരമാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ 24 ഇൻറ്റു 15 360 ആണെങ്കിൽ ആദ്യത്തെ ചോദ്യം എന്താ? 240 ഇൻറ്റു 15. അപ്പോൾ എത്ര വരും? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 0 മാത്രമേ എക്സ്ട്രാ ഉള്ളൂ അല്ലേ? എത്രയാണ് തന്നിട്ടുള്ളത്? 24 ഇൻറ്റു 15 360 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം എന്താ? ചോദ്യം എന്താ വന്നിരിക്കുന്നത്? 240 ഇൻറ്റു 15. അതെന്താ ചെയ്യേണ്ടു? ഈ 360ൻ്റെ കൂടെ ഇവിടെ പുതിയൊരു 0 വന്നില്ലേ? ആ 0 നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ 3600 ഉത്തരം വരുന്നത് കേട്ടോ. 5 ഇൻറ്റു 15 എത്രയാണ്? 24 ഇൻറ്റു 15 360 ആണെങ്കിൽ ഒന്നും കൂടി കൂട്ടുക. അതായത് ഒരു 15 കൂടി 360ൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ എത്ര വന്നു? 375 വന്നു. അടുത്ത ചോദ്യം എന്താണ്? 23 ഇൻറ്റു 15. അപ്പോൾ നിങ്ങൾക്ക് എന്തറിയാം? 24 ഇൻറ്റു 15 360 ആണെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞു അല്ലേ? 24 1 കുറഞ്ഞ് 23 ഇൻറ്റു 15 കണ്ടുപിടിക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 360ൽ നിന്ന് 15 കുറയ്ക്കുക. 15 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടി? 345 കിട്ടി. ഓക്കെ, അടുത്ത എന്താണ്? 24 ഇൻറ്റു 16. അപ്പോൾ 24 ഇൻറ്റു 15 360 ആണെങ്കിൽ ആണെന്നറിയാം അല്ലേ? അപ്പോൾ 24 ഇൻറ്റു 16 എത്ര വരുന്ന അറിയാം? എത്ര ചെയ്യണം? 360ൻ്റെ കൂടെ 24 കൂട്ടുക. 4 കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 384 ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 24 ഇൻറ്റു 15? 24 ഇൻറ്റു 15 ഏതാ അല്ലാത്തത്? ആദ്യത്തെ ഓപ്ഷൻ 12 ഇൻറ്റു 12 24 24 ഇൻറ്റു 15 വരിക. രണ്ടാമത്തെ ഓപ്ഷൻ 24 ഇൻറ്റു 3 ഇൻറ്റു 5 3 ഇൻറ്റു 5 എത്രയാണ്? 15 അപ്പോൾ അതും 24 ഇൻറ്റു 15 വരിക. സി ഓപ്ഷൻ നോക്കിയേ, 12 ഇൻറ്റു 30 ഓപ്ഷനാണ് ഉത്തരം വരുന്നത് കേട്ടോ. ഇവിടെ എന്താണ്? 4ാമത്തെ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഓരോ സെക്ടറിനും അലോട്ട് കൊടുത്തിട്ടുള്ള എമൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് ആനുവൽ ബഡ്ജറ്റിൽ. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ആനുവൽ ബഡ്ജറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഓരോ സെക്ടറിനും, അതായത് ആരോഗ്യത്തിന് ഇത്ര, കൃഷിക്ക് ഇത്ര, റോഡ് ഡെവലപ്മെൻറ്റ് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. റോഡ് വികസനത്തിന്, കുടിവെള്ള പദ്ധതിക്ക് ഇത്ര പൈസ നീക്കി വെച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ സെക്ടറിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ, ഫോർ വിച്ച് സെക്ടർ ഈസ് ദ ലീസ്റ്റ് എമൗണ്ട് അലോട്ടഡ്? ഏറ്റവും കുറവ് പൈസ ഏത് സെക്ടറിനാണ് കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അത് മൂന്നാമത്തേത് ഏതാണ്? ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ള പദ്ധതിക്കാണ് ഏറ്റവും കുറവ്. കണ്ടോ, അക്കങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുക. എത്ര അക്കം ഉള്ളൂ അവിടെ? ആകെ 6 അക്കങ്ങളേ ഉള്ളൂ. 960428. അപ്പോൾ അതിനാണ് ഏറ്റവും കുറവ് പൈസ കൊടുത്തിരിക്കുന്നത്. ഇനി ബി ചോദ്യം എന്താണ്? വിച്ച് ആർ ദ സെക്ടേഴ്സ് ഫോർ വിച്ച് മോർ ദാൻ 1 crore ഈസ് അലോട്ടഡ്? 1 കോടിക്കും കൂടുതൽ, 1 കോടിക്ക് മേലെ പൈസ കൊടുത്തിട്ടുള്ള ഏതൊക്കെ സെക്ടറിലാണ്? 1 കോടി. അപ്പോൾ നോക്കാം നമുക്ക് 1 കോടിക്ക് കൂടുതൽ ഏതിനൊക്കെ കൊടുത്തിട്ടുണ്ട്?
കൊടുത്തിട്ടുള്ളത് റോഡ് ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ അഗ്രികൾച്ചറിനുമാണ് 1 കോടിക്ക് മേൽ പൈസ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ സെക്ടർ ആൻ എമൗണ്ട് ബിറ്റ്വീൻ 50 and 60 lakhs ഈസ് അലോട്ടഡ്. 50 ലക്ഷത്തിൻ്റെയും 60 ലക്ഷത്തിൻ്റെയും ഇടയിൽ പൈസ കൊടുത്തിരിക്കുന്നത് ഏത് സെക്ടറിലാണ്? അത് ഹെൽത്തിനാണ്. എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 58,25,000 രൂപ. 58,25,000 അതാണ് 50ൻ്റെയും 60 ലക്ഷത്തിൻ്റെയും ഇടയിൽ കൊടുത്തിരിക്കുന്ന ഒരു എമൗണ്ട്. അപ്പോൾ ഏതിലാണത്? ഹെൽത്തിലാണ്. ഇനി ഡി, റൈറ്റ് ആൻ എമൗണ്ട് ലെസ് ദാൻ 10 million ഫ്രം ദ ടേബിൾ. 10 മില്യനേക്കാളും കുറവുള്ള. 10 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 million ഈസ് ഈക്വൽ ടു 1 crore. 10 മില്യൺ എന്ന് പറഞ്ഞാൽ 1 കോടിക്ക് തുല്യമാണ് കേട്ടോ. ഏതൊക്കെ കൊടുക്കാം നമുക്ക്? ഹെൽത്ത് വേണമെങ്കിൽ കൊടുക്കാം, ഡ്രിങ്കിങ് വാട്ടർ വേണമെങ്കിൽ കൊടുക്കാം, എഡ്യൂക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഏതായാലും കറക്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് എഡ്യൂക്കേഷനാണ്. എത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത്? 32,95,246 ആണ് കേട്ടോ. Which of the following is correct statement regarding the total amount allotted for all areas in the given table? താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? സി ആണ്. ബിറ്റ്വീൻ 3 crore and 4 crore കേട്ടോ. ബിറ്റ്വീൻ 3 കോടിക്കും 4 കോടിക്കും ഇടയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ള പൈസയുടെ ടോട്ടൽ വരുന്നത്. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ആൻഡ് ഡ്രോ ദ പാറ്റേൺ ഗിവൺ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കോമ്പസ് എടുക്കുക, സ്കെയിലിൽ 3 cm കോമ്പസും സ്കെയിലും എടുക്കുക. എന്താണ്? സ്കെയിൽ വെച്ചിട്ട് കോമ്പസിൽ 3 cm എടുക്കുക. എന്നിട്ട് ഈ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പാറ്റേൺ വരച്ചു കൊടുക്കുക കേട്ടോ. എന്താണ് അടുത്ത ചോദ്യം വരുന്നത്? ഗിവൺ ബിലോ ആർ സർക്കിൾസ് ഓഫ് റേഡിയസ് 3 cm ആൻഡ് 1 cm. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ലൈൻ ഡ്രോൺ ബൈ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് 2 സർക്കിൾ? അപ്പോൾ നമുക്കറിയാം വലിയ സർക്കിളിൻ്റെ ആ കുത്ത് തൊട്ടിട്ട് ആ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? വലിയ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 cm ആണ്. ചെറിയ സർക്കിളിൻ്റെ 1 cm ആണ്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും അതിൻ്റെ നീളം? ആ ഒരു വര 2 റേഡിയസും കൂടി ചേർക്കുമ്പോൾ വരുന്നൊരു വരയാണ് അല്ലേ. അപ്പോൾ 3 + 1 4 cm. ബി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഹൗ മെനി 4-digit numbers can be formed using all the digits 6, 7, 8 and 9? 24 നമ്പർ ഉണ്ടാക്കാൻ പറ്റും. എയുടെ ആൻസർ 24 ആണ്. അടുത്തത് ഹൗ മെനി നമ്പേഴ്സ് വിൽ ബി ദർ വിത്ത് 7 in one's place? എത്ര എണ്ണം ഉണ്ടാവും? 6 എണ്ണമാണ് ഉണ്ടാവുക. 6 എണ്ണമാണ് ഉണ്ടാവുക. Among the numbers formed using all the digits 6, 7, 8 and 9, how many odd numbers? എത്ര odd numbers ഉണ്ടാവും? ഒറ്റ സംഖ്യകൾ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. എത്ര എണ്ണമാണ്? 12 എണ്ണം ഉണ്ടാവും. How many 4-digit numbers can be formed using all digits 6, 7, 8 and 0? എത്ര 4 അക്ക നമ്പേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും? 18 എണ്ണമാണ് ഉണ്ടാക്കാൻ പറ്റുക. ഇനി നമ്പർ അക്കോർഡിംഗ് ടു ദ ഹിൻസ് ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങളോട് നമ്പർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഏതാണ് ആ നമ്പർ വരിക? ഡി ആണ് ഉത്തരം. 46085 അതാണ് ഉത്തരം വരുന്നത്. 46,085 കേട്ടോ. അപ്പോൾ എത്ര ഉത്തരം വരുന്നത്? 46085. 46,085 ആണ് ഉത്തരം വരുന്നത്. അടുത്ത വരുന്നത് ആക്ടിവിറ്റി 7 ആണ്. There are 1,775 students in a school. ഒരു സ്കൂളിൽ 1775 സ്റ്റുഡൻസ് ഉണ്ട്. ആ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ലഡ്ഡു കൊടുക്കുന്നുണ്ട് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? ഇഫ് ഈച്ച് പാക്കറ്റ് പോട്ട് കണ്ടെയ്ൻ 25 ലഡ്ഡു. ഒരു പാക്കറ്റിൽ 25 ലഡ്ഡു ആണുള്ളതെങ്കിൽ എത്ര ലഡ്ഡുവിൻ്റെ പാക്കറ്റ് മേടിക്കേണ്ടി വരും എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റിൽ 25 ആണ്. അങ്ങനെ എത്ര കുട്ടികൾക്ക് കൊടുക്കണം? 1775 കുട്ടികൾക്ക് ഒരു ലഡ്ഡു വെച്ച് കൊടുക്കണം. 1775 ഡിവൈഡഡ് ബൈ 25 ചെയ്യും. അപ്പോൾ 71 എണ്ണം എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 71 പാക്കറ്റാണ് മേടിക്കേണ്ടത്. അടുത്ത ചോദ്യം എന്താണ്? 225 ബി ആണ്. 225 മോർ ലഡ്ഡുസ് ഫോർ ബോട്ട് ഫോർ ഗസ്റ്റ്. അപ്പോൾ ഗസ്റ്റിന് വേണ്ടിയിട്ട് 225 ലഡ്ഡു കൂടി കൂടുതൽ മേടിക്കേണ്ടി വന്നു. അതിൽ ഓരോ പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നത്? 15 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ എത്ര പാക്കറ്റ് ലഡ്ഡു കൂടുതൽ മേടിക്കേണ്ടി വന്നിട്ടുണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ചെയ്തു. 225 ഡിവൈഡഡ് ബൈ 15 ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 15 കിട്ടി ഉത്തരം. 20 ഡിവൈഡഡ് ബൈ 5 4 ആണ്. അങ്ങനെയാണെങ്കിൽ 2000 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടുക? 400 ആണ് കിട്ടുക. അപ്പോൾ സി ആണ് ഉത്തരം. സി ആണ് ഉത്തരം വരുന്നത്. 4 × 100 കേട്ടോ.
അത് 4 × 100 ആണ് ഉത്തരം വരുന്നത്. ഓക്കെ,